ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ വീഡിയോസ് മാത്രം ഷോർട്ടായിട്ട് ഇടുന്നു എന്നല്ലാതെ ഞാൻ കാര്യമായിട്ടൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി 2025 തീരാറായില്ലേ, ഈ വർഷമെങ്കിലും എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടേ എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ദീപാവലി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ദീപാവലി പ്രമാണിച്ച് ഞങ്ങൾ വീട്ടിൽ കേസരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കേസരി ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ചും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെയാണ് ഞാൻ കേസരി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ കേസരി ഉണ്ടാക്കി പഞ്ചസാരയുടെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. പിന്നെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും പഞ്ചസാര, കാരണം ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമ്മൾ കഴിക്കാൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടിൽ സ്നാക്സ് പരിപാടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മൾ കട്ടൻ ഇട്ട് കൊടുക്കും കേട്ടോ. അത് നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയാണ്. കട്ടൻ മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പഞ്ചസാര തേയിലയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കേസരിയും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടൻ ചായയിലും കേസരിയിലും അങ്ങ് ഒതുക്കി കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ ഓർക്കിഡ് കുറേ നാൾക്ക് ശേഷം വീണ്ടും അവൾ പൂത്തിട്ടുണ്ട്. ഒരു 4-5 പൂക്കളേ ഉള്ളൂ, പക്ഷെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള മെയിൻ വഴി. ഈ ഒരു വഴിയേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൻ്റെ വഴിയിൽ സൈഡിൽ ഈ ഒരു കള്ളിമുൾ ചെടി നട്ടിട്ടുണ്ട്. അമ്മ എവിടുന്നോ ഒരു ചെറിയൊരു പീസ് കൊണ്ട് നട്ടതാണ്. ആളിപ്പോൾ ഇത്രയായി കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് തണ്ട് കട്ട് ചെയ്ത് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിടണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ സാധാരണ എല്ലാവരും കള്ളിമുൾ ചെടി വീട്ടിൽ കെട്ടിത്തൂക്കിയിടുന്നത് മറ്റുള്ളവരിൽ നിന്നും വീടിന് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളിമുൾ ചെടി കെട്ടിത്തൂക്കിയിടുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിത് കെട്ടിത്തൂക്കിയിടുന്നത് എൻ്റെ വീടിന് കണ്ണീർ തട്ടാതിരിക്കാനല്ല. കാരണം കണ്ണീർ തട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയൊന്നും എൻ്റെ വീടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിടുമ്പോൾ ഒരു ഭംഗി, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൻ്റെ നമ്മുടെ വഴിയിൽ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ചെടി അവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് വേണം പറയാൻ. ആരും നമ്മൾ പോലും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്നൊരു ആ ഒരു സൈഡിലാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വരച്ചെന്നാൽ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ കെട്ടിത്തൂക്കിയിടുന്നത്. അതേസമയം വീട്ടിൻ്റെ സിറ്റൗട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ കാണത്തക്ക ഏതെങ്കിലും സ്ഥലത്താണ് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് കട്ട് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു കേട്ടോ. കാരണം ഇത് ഈ ചെടി ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കാണാനാണ് ഭംഗി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടൊന്ന് കെട്ടിത്തൂക്കിയിടാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് കേട്ടോ. ഇനി ഇതിലൊരു 3 കിഴുത്തൊക്കെ ഇട്ട് ഒരു പൈപ്പിംഗ് വയറൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇത് തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത കുറച്ച് മുളകിൻ്റെയൊക്കെ വിളവെടുപ്പുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് ഇതിനെ അടുത്ത തൈയാക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പുറംതൊടി ആണെങ്കിൽ നമുക്ക് കറിക്കൊക്കെ എടുക്കാം കേട്ടോ. അതിനകത്തുള്ള വിത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ നീലപ്പരങ്ങ അത് തന്നെ, മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ എടുക്കുന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഇതാണ് നീലപ്പരങ്ങാതി. ഇതാണ് എൻ്റെ കിയ മോള്. ഇവർക്ക് കിയ എന്ന് പേരിട്ടത് ഞാനാണ്. ഇവർ മൊത്തം 3 പേരുണ്ട്. ഇതെൻ്റെ മറിയാമ്മയുടെ ഇപ്പോഴത്തെ മക്കളാണ് കേട്ടോ. ആദ്യം 2 മക്കളുണ്ടായിരുന്നു, സിൽക്കിയും പിന്നെ എന്താ ബ്ലാക്കിയോ. അവതുങ്ങൾ അതിൽ ബ്ലാക്കി മരിച്ചുപോയി, സിൽക്കി ഇപ്പോഴും എവിടെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള 3 മക്കളാണ്. ഇതിൽ ഒന്ന് കിയ മോള്, ബാക്കിയുള്ളത് ഒന്ന് ഡിയ, പിന്നെ ഒരാൾക്ക് പേര് ഞാൻ ഇതുവരെ ഇങ്ങനെ സെലക്ട് ചെയ്തില്ല കേട്ടോ, നോക്കണം. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇവരാകെ ബുദ്ധിമുട്ടിലാണ് കേട്ടോ. മുറ്റത്തിറങ്ങാനൊന്നും പറ്റാതെ അവിടെ ഇവിടെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കിയ മോളാണെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ അത്ര കമ്പനിയല്ല. ആളൊരു സൈലൻറ്റ് പേഴ്സണാണ്. മറ്റവർ കളിച്ച് ചിരിച്ചെങ്ങോട്ടെങ്കിലുമൊക്കെ പോകും കേട്ടോ. പക്ഷേ ഈ പുള്ളിക്കാരി എവിടെയെങ്കിലും ഇരുന്നാൽ ആ സ്ഥലത്ത് തന്നെ അങ്ങ് ഇരിക്കും. ലാസ്റ്റ് ഇതുങ്ങളെ കാണാതെ വരുമ്പോഴത്തേക്ക് ഒരു നിലവിളിച്ചുകൊണ്ടൊരു വരൊക്കെ ഉണ്ട്. ആ വരവിൽ ഞാൻ ഇവരൊക്കെ കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കുന്നത് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും നടിക്കാറില്ല കേട്ടോ. ഇതാണ് കിയ മോള്. അപ്പോൾ ഇവർക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കൗതുകമാണ്. നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് കണ്ണും മിഴിച്ച് നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച കിണറിൻ്റെ സൈഡ് മൊത്തം പായൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി കളയാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവള് വന്ന് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ പൊടിയെല്ലാം അവളെ കണ്ണിലൊക്കെ വീണപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് പോയേട്ടോ. പാവമാണ്. കുഞ്ഞുങ്ങളെ ഒരു സ്വഭാവമാണ് ചില നേരത്തെ നിങ്ങൾ. അപ്പോൾ വിചാരിക്കും നിങ്ങളൊന്നും വലുതാവാതെ ഇങ്ങനെ എപ്പോഴും കുട്ടിയായിട്ടിരുന്നാൽ മതി എന്നിങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ കിണറിൻ്റെ പണി ഇന്ന് പകുതിയേ നടത്തിയുള്ളൂ.
അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ ഉൾവിളി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിന് കറിയായിട്ട് വൻപയർ മെഴുക്ക് പുരട്ടി, പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ നെല്ലിക്കയുണ്ട്, ചീമ നെല്ലിക്ക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ചിലയിടത്ത് ഇതിനെ ലൗലോലിക്ക എന്ന് പറയും കേട്ടോ. ഞാൻ മുമ്പൊക്കെ വീഡിയോ ഇടുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ലൗലോലിക്ക അല്ലേ, നെല്ലിക്കയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൗലോലിക്കയാണ് കേട്ടോ. ലൗലോലിക്ക നമുക്ക് നെല്ലിക്ക. അപ്പോൾ കുറച്ചെടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് അച്ചാറിട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.